ഇസ്രായേൽ ലബനോനിൽ 1000-ലധികം കേന്ദ്രങ്ങളിൽ ഒരേ സമയം എയർ സ്ട്രൈക്ക് നടത്തി. ഇസ്രായേലിന്റെ 100 കണക്കിന് പോർവിമാനങ്ങൾ ഒരേ സമയം ലബനോനിലെ ഹിസ്ബുള്ളയുടെ 1000-കണക്കിന് കേന്ദ്രങ്ങളും റോക്കറ്റ് ലോഞ്ചുകളും തകർക്കുകയായിരുന്നു. ബ്രേക്കിംഗ് റിപ്പോർട്ടിലേക്ക്. ഗാസയിൽ നിന്നും യുദ്ധത്തിന്റെ ഒരു ഘട്ടം കഴിഞ്ഞതോടെ ഇപ്പോൾ ലബനോനിലേക്ക് ഇസ്രായേലിന്റെ ശ്രദ്ധ തിരിഞ്ഞു എന്ന് വേണം ഒരുപക്ഷെ അനുമാനിക്കാൻ. മാത്രമല്ല, ലബനോനിൽ നിന്നും ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി ഹിസ്ബുള്ളയുടെ വലിയ തോതിലുള്ള റോക്കറ്റ് ആക്രമണം ഇസ്രായേലിന്റെ വടക്കൻ മേഖലയിലും മധ്യ ഇസ്രായേലിലേക്കും ഉണ്ടായിരുന്നു. 100 കണക്കിന് റോക്കറ്റുകൾ അവർ വിക്ഷേപിച്ചുവെങ്കിലും ഏതാനും ചില റോക്കറ്റുകൾ ഒഴിഞ്ഞ ഇടത്തും ഇസ്രായേലിന്റെ പർവ്വതത്തിന് മുകളിലുള്ള സൈനിക കേന്ദ്രത്തിന് സമീപവും വീണ് പൊട്ടുകയുണ്ടായി. ബാക്കി എല്ലാ മിസൈലുകളും ഇസ്രായേൽ ആകാശത്ത് വെച്ച് തന്നെ തകർക്കുകയായിരുന്നു. എത്ര മിസൈലുകൾ വിടുന്നു എന്നതിലല്ല ഹിസ്ബുള്ളയെ സംബന്ധിക്കുന്നിടത്തോളം കാര്യം, യുദ്ധം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതും അവരുടെ ആശയങ്ങൾ ലോകത്ത് പ്രചരിപ്പിക്കുക, ഇസ്രായേലിനെതിരായിട്ടുള്ള പോരാട്ടം തുടരുക എന്നതാണ് അവരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും പ്രധാനം. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം വരുന്നത് ഇസ്രായേലിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് ഇസ്രായേലിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഇസ്രായേലി സൈന്യത്തിന്റെയും ഹോം ഫ്രണ്ട് കമാൻഡ് എന്നിവരുടെയും 48 മണിക്കൂർ രാജ്യവ്യാപകമായി ജനങ്ങളെ സഹായിക്കുകയും മാറ്റുകയും ചെയ്യുന്ന ഒരു ദൗത്യത്തിൽ ഏർപ്പെടുകയാണ്. ടെൽ അവീവ് ഏരിയയിൽ നിന്നും വടക്കോട്ട് ജനങ്ങൾക്ക് പ്രവേശിക്കുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. അതിർത്തികളിൽ നിന്നും ഇസ്രായേലി പൗരന്മാരെ കുടിയൊഴിപ്പിക്കുകയാണ് ഇസ്രായേലി ഹോം ഫ്രണ്ട് കമാൻഡോകൾ. പ്രത്യേക സാഹചര്യം എന്നത് ഈ ഘട്ടത്തിൽ ആവശ്യമാണ് എന്നും ഇത്തരം ഘട്ടത്തിൽ അടിയന്തരാവസ്ഥ ഉപയോഗിക്കാതെ പറ്റുകയില്ല എന്നും ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് പറയുകയാണ്. ജനങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള ശ്രമങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനും സിവിലിയന്മാരുടെ മേൽ ആക്രമണം വ്യാപിപ്പിക്കാതിരിക്കാനും അല്ലെങ്കിൽ അവിടെ ആക്രമണം ഉണ്ടാകാതിരിക്കുവാനുമുള്ള ശക്തമായിട്ടുള്ള നടപടികളുടെ ഭാഗമായിട്ടാണ് ഇസ്രായേൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എന്ന് യോവ് ഗാലന്റ് പറയുന്നു. പ്രഖ്യാപനത്തെ തുടർന്ന് IDFന്റെ ഹോം കമാൻഡുകൾ ടെൽ അവീവ് ഏരിയയിൽ നിന്ന് വടക്കോട്ട് സാധാരണ ജനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതിനോടൊപ്പം തന്നെ ജനങ്ങൾക്ക് എല്ലാവിധ സഹായവും ഇപ്പോൾ ചെയ്യുന്നു. ഇസ്രായേലിൽ ആൾക്കൂട്ടം കൂടുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി. വീടിന് പുറത്തുള്ള ഒത്തുചേരലുകളിൽ 30 പേർക്ക് മാത്രമേ ഇനി അനുവാദമുണ്ടാവുകയുള്ളൂ. ഇതൊക്കെ സൂചിപ്പിക്കുന്നു. മാത്രമല്ല, ലബനോനുമായി അതിർത്തി പങ്കിടുന്ന ഇസ്രായേലിലെ ബീച്ചുകൾ എല്ലാം അടച്ചിരിക്കുകയാണ്. ഇസ്രായേലിലെ അതിർത്തി പ്രദേശങ്ങളിലെ ടൗൺഷിപ്പുകളെല്ലാം, കടകമ്പോളങ്ങളെല്ലാം അടച്ചു. IDF ഇസ്രായേൽ പ്രതിരോധ സേന ഒരു ആക്രമണത്തിന് തന്നെ തയ്യാറെടുക്കുന്നു എന്നുള്ളതിന്റെ സൂചനകളാണ് ഇതിനകത്ത് നിന്നെല്ലാം വ്യക്തമാകുന്നത്. ലബനോനെതിരെ വലിയ ഒരു പടനീക്കം ഇസ്രായേൽ ഇപ്പോൾ തീരുമാനിച്ചു. ഇങ്ങനെ തന്നെയായിരുന്നു ഗാസ അതിർത്തിയിൽ മുമ്പ് ആളുകളെ ഒഴിപ്പിച്ച് ഗാസയിലേക്കുള്ള ഇസ്രായേലിന്റെ അധിനിവേശവും വലിയ തോതിൽ ഗാസയിൽ ആക്രമണം നടത്തിയതും. അന്നും ഇത്തരത്തിൽ വലിയ ഒരു കുടിയൊഴിപ്പിക്കൽ ഇസ്രായേലിന്റെ ഗാസ അതിർത്തിയിൽ നിന്ന് നടത്തിയിരുന്നു. ഇപ്പോൾ ലെബനോന്റെ അതിർത്തിയിൽ വലിയ സൈനിക നീക്കങ്ങൾ ഇസ്രായേൽ നടത്തുമ്പോൾ ഹിസ്ബുള്ളയെ ഈ ഹമാസിനെ പോലെ തന്നെ തുടച്ചു നീക്കാനുള്ള ഒരു രണ്ടാം പദ്ധതി, ആദ്യ പദ്ധതിയിൽ ഹമാസ് ആയിരുന്നു ലക്ഷ്യമെങ്കിൽ രണ്ടാം പദ്ധതിയിൽ ഇപ്പോൾ ലെബനോനും ഹിസ്ബുള്ളയും തന്നെ ലക്ഷ്യം വെക്കുകയാണ്. വലിയ ഒരുക്കങ്ങളാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ഹിസ്ബുള്ളയ്ക്കെതിരായിട്ടുള്ള നീക്കങ്ങൾ ഇപ്പോൾ ഇസ്രായേലിൽ നടക്കുന്നത്. ഇസ്രായേൽ പൗരന്മാർക്കെതിരെ ആസന്നമായ ഭീഷണികൾ തടയുവാൻ എല്ലാവിധ ശ്രമങ്ങളും നടത്തുമെന്ന്, അതുകൊണ്ടാണ് ലെബനോനിൽ കൃത്യമായിട്ടുള്ള എയർ സ്ട്രൈക്കുകൾ നടത്തിയത് എന്നും ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രാലയം പറയുകയാണ്. ബെയ്റൂട്ടിലെ സംഭവവികാസങ്ങൾ വളരെ സസൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് എന്നും ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലിനെതിരായിട്ടുള്ള നീക്കങ്ങൾ ബെയ്റൂട്ടിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ആ കേന്ദ്രങ്ങളെല്ലാം ഇസ്രായേൽ വ്യോമാക്രമണം നടത്തുമെന്നും പ്രതിരോധ മന്ത്രാലയം മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. ഇസ്രായേൽ പൗരന്മാരെ പ്രതിരോധിക്കുവാൻ ഞങ്ങളുടെ പക്കലുള്ള എല്ലാ സംവിധാനങ്ങളും ഉപയോഗിക്കുമെന്ന് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ പറയുകയാണ്. ഗാസയിൽ നിന്നുള്ള ആക്രമണം കഴിഞ്ഞപ്പോൾ, അതൊന്ന് ഒടുങ്ങിയപ്പോൾ ഇപ്പോൾ ഇറാന്റെ നേതൃത്വത്തിൽ ഇറാന്റെ പ്രോക്സികളായിട്ടുള്ള ഹിസ്ബുള്ള ലെബനോനിൽ നിന്നാണ് ഇസ്രായേലിനെ ആക്രമിക്കുന്നത്. കാരണം ഗാസയിൽ നിന്ന് റോക്കറ്റ് പൊക്കുവാൻ ശേഷിയില്ലാത്ത വിധം ഹമാസിനെ അടിച്ച് തകർത്ത് തരിപ്പണമാക്കി ഇസ്രായേൽ നശിപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഇനി ഇറാനെ സംബന്ധിക്കുന്നിടത്തോളം യമനിൽ നിന്ന് ഹൂതികളെയും ലെബനോനിൽ നിന്ന് ഹിസ്ബുള്ളയും ഉപയോഗിച്ച്, പ്രോക്സികളെ ഉപയോഗിച്ച് ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുക എന്നുള്ള നീക്കമാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ലെബനോനിൽ 1000-ലധികം സൈറ്റുകൾ ഇപ്പോൾ ബോംബിട്ടിരിക്കുന്നത്. മുൻകൂർ ആക്രമണം തന്നെയാണ് ഇസ്രായേൽ നടത്തിയിരിക്കുന്നത്. തിരിച്ച് ഇസ്രായേലിലേക്ക് ആക്രമണം ഉണ്ടാകാൻ
ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാണ് ലെബനോനിൽ ഇത്രമാത്രം വലിയ ഒരു എയർ സ്ട്രൈക്ക് നടത്തിയിരിക്കുന്നത്. ഇസ്രായേലിന്റെ IAF 100 IAF 100 യുദ്ധവിമാനങ്ങളാണ് ഇതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ടെൽ അവീവ് ഉൾപ്പെടെ മധ്യ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള നാളുകളായി നടത്തുന്ന ആക്രമണങ്ങൾക്ക് ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇത് എന്നാണ് ഇസ്രായേൽ പറയുന്നത്. ലെബനോന്റെ 100 കണക്കിന് വില്ലേജുകൾ തീപിടിച്ച് കത്തുകയാണ് എന്നും ആക്രമണം ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണെന്നും തീവ്രവാദ ഗ്രൂപ്പിന്റെ ക്രോസ് ഷെയർ മിസൈൽ ലോഞ്ചിംഗ് സെന്ററുകൾ അടക്കം ഹിസ്ബുള്ളയുടെ എല്ലാ റോക്കറ്റ് ലോഞ്ചറുകൾക്കും നേരെ ആക്രമണം തുടരുകയാണ് എന്നും ഇസ്രായേൽ സൈന്യം ഇപ്പോൾ അറിയിപ്പിൽ പറയുകയാണ്. കഴിഞ്ഞ മാസം ബെയ്റൂട്ടിലാണ് ഇസ്രായേൽ സൈന്യം വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ ഏറ്റവും വലിയ തലവൻ സൈനിക കമാൻഡറായിട്ടുള്ള ഹുവാദ് ഷുക്കൂറിനെ വധിച്ചത്. ഈ ഹുവാദ് ഷുക്കൂറിനെ വധിച്ചതിനുള്ള പ്രതികാരം എന്നോണം അന്ന് മുതൽ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള വൻ തോതിലുള്ള റോക്കറ്റ് ആക്രമണം നടത്തുകയാണ്. വടക്കൻ ഇസ്രായേലിലേക്ക് 320-ലധികം റോക്കറ്റുകളും ഡ്രോണുകളും ഈ കഴിഞ്ഞ ദിവസം ഉപയോഗിച്ചതായിട്ട് ഇപ്പോൾ ഹിസ്ബുള്ള അവകാശപ്പെടുകയാണ്. ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ ലെബനോനിൽ നിന്ന് വടക്കൻ ഇസ്രായേലിലേക്ക് 210 റോക്കറ്റുകളും 20 ഡ്രോണുകളും വിക്ഷേപിച്ചതായിട്ട് IDF ഇസ്രായേൽ പ്രതിരോധ സേന തന്നെ ഇപ്പോൾ സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിൽ 90% റോക്കറ്റുകളും ഡ്രോണുകളും ആകാശത്ത് വെച്ച് തന്നെ തകർത്തുവെന്നും ബാക്കിയുള്ളവ നിസാരം ചില പരിക്കുകൾ ചിലർക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ചിലത് തുറന്ന പ്രദേശത്ത് വീണ് പൊട്ടിയെന്നും ഇപ്പോൾ ഇസ്രായേൽ പ്രതിരോധ സേന പറയുന്നു. ആർക്കും പരിക്കോ അല്ലെങ്കിൽ ആർക്കും ജീവഹാനി ഉണ്ടായിട്ടില്ല എന്നാണ് ഇസ്രായേലിന്റെ അവകാശവാദം. ആർക്കും ജീവഹാനി ഉണ്ടായതായി ഹിസ്ബുള്ളയും അവകാശപ്പെടുന്നില്ല. ഇത്രമാത്രം വലിയ തോതിൽ 10-300 റോക്കറ്റുകൾ വിട്ടിട്ടും ഇസ്രായേലിനെ കാര്യമായിട്ട് ഒന്നും ചെയ്യുവാൻ ഹിസ്ബുള്ളയ്ക്ക് സാധിക്കാതെ പോകുമ്പോൾ മറുവശത്ത് ഹിസ്ബുള്ളയെ കയറി 1000-ലധികം വില്ലേജുകൾ ലെബനോനിൽ കയറി ഇസ്രായേൽ സൈന്യം രൂക്ഷമായിട്ടുള്ള ആക്രമണം നടത്തി. ഇപ്പോൾ പുറത്ത് ഇസ്രായേൽ സൈന്യം വിട്ടിട്ടുള്ള ചില ദൃശ്യങ്ങളിൽ കാണുന്നത് 100 കണക്കിന് അയൺ ഡോമുകളിൽ നിന്ന് പുറപ്പെടുന്ന മിസൈലുകൾ ലെബനോനിൽ നിന്ന് വരുന്ന ഡ്രോണുകൾക്കും റോക്കറ്റുകൾക്കും എതിരായിട്ട് നീങ്ങുന്ന വീഡിയോകൾ ഇസ്രായേൽ പുറത്തുവിട്ടു. അതായത് ആകാശത്ത് വെച്ച് തന്നെ ഇസ്രായേലിനെതിരായിട്ടുള്ള ലെബനോനിൽ നിന്ന് വരുന്ന ഭീഷണികൾ തകർക്കുന്നു എന്നാണ് ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളും നാവികസേനാ കപ്പലുകളും വ്യോമസേനാ വിമാനങ്ങളും രാജ്യത്തിന്റെ ആകാശത്തെ പരിപൂർണമായി സംരക്ഷിക്കുന്നതിൽ പ്രതിജ്ഞാബദ്ധമാണെന്നും ഭീഷണികൾ തിരിച്ചറിയുകയും തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു എന്നും ഇസ്രായേൽ പറയുന്നു. അതേസമയം അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് ലെബനോനിലെ ആക്രമണവുമായി ബന്ധപ്പെട്ട് പ്രതികരണം വന്നിട്ടുണ്ട്. സ്ഥിതിഗതികൾ ലെബനോനിലും ഇസ്രായേലിലും സസൂക്ഷ്മം വീക്ഷിച്ചു വരികയാണെന്നും ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയതിന് ശേഷമാണ് ഇസ്രായേൽ ലെബനോനിലേക്ക് ആക്രമണം നടത്തിയത് എന്നതിനാൽ യുദ്ധനീതി ഇസ്രായേലിനൊപ്പമാണ് എന്നും വൈറ്റ് ഹൗസ് അറിയിച്ചിരിക്കുകയാണ്. സ്വയം പ്രതിരോധിക്കാനുള്ള ഇസ്രായേലിന്റെ അവകാശത്തെ US പിന്തുണയ്ക്കുന്നുവെന്നും ലെബനോനിലെ ആക്രമണങ്ങളെ അനുകൂലിക്കുന്നുവെന്നും വൈറ്റ് ഹൗസ് പറയുന്നു. മാത്രമല്ല ഇപ്പോൾ അൽ ജസീറ പുറത്തുവിടുന്ന ഒരു വാർത്തയുണ്ട്. ഗാസയിൽ മധ്യ ഗാസയിലും ഖാൻ യൂനീസിലും രൂക്ഷമായിട്ടുള്ള കരയാക്രമണം ഇസ്രായേൽ നടത്തുകയാണ്. അവിടെ മസ്ജിദുകൾ ഇസ്രായേൽ തകർക്കുകയും ഖുറാനുകൾ വലിച്ചിട്ട് കത്തിക്കുകയും ചെയ്തു എന്നുള്ള വാർത്ത ഇപ്പോൾ അൽ ജസീറ പുറത്തുവിട്ടിരിക്കുകയാണ്. രൂക്ഷമായിട്ടുള്ള മതവിദ്വേഷം ഇസ്രായേൽ അവിടെ ചെയ്യുന്നു എന്നും അത് ചെയ്യുവാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് എന്നും ലോകം ഇക്കാര്യത്തിൽ അടിയന്തരമായ ശ്രദ്ധ പുലർത്തണം, ഗാസയിലേക്ക് ശ്രദ്ധിക്കണം എന്നും അൽ ജസീറ മുന്നറിയിപ്പ് നൽകുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.